കെട്ടിടങ്ങളും പണിതിരുന്നു. പുരുഷന്മാർ യുദ്ധമുന്നണിയിലേക്ക് കടന്നുപോയപ്പോൾ അവർ ജോലി ചെയ്ത ഫാക്ടറികളിൽ, അവർ പണിയെടുത്ത കൃഷിയിടങ്ങളിൽ, ഫാക്ടറികളിൽ ഉൽപാദനം നിലയ്ക്കരുത്, കൃഷി തുടരണം, ഇല്ലെങ്കിൽ വലിയ ഭക്ഷ്യക്ഷാമവും മറ്റും ഉണ്ടാവും. പക്ഷേ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ യുദ്ധമുന്നണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പുരുഷന്മാർ യുദ്ധമുന്നണിയിലേക്ക് പോയപ്പോൾ അവരുടെ ഭാര്യമാർ, കുട്ടികൾ ഫാക്ടറികളിലേക്കും പണിശാലകളിലേക്കും പോയി. ഭർത്താവ് ചെയ്ത ജോലി ഭാര്യ ചെയ്തു ഫാക്ടറിയിൽ, ഭർത്താവ് കൃഷിയിടങ്ങളിൽ ചെയ്ത ജോലി ഭാര്യ ചെയ്തു, കുട്ടികൾ ചെയ്തു. അതാണ് സോവിയറ്റ് ജനതയുടെ മഹത്തായ ചെറുത്തുനിൽപ്പ്. എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനെ നാസി ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ, സംരക്ഷിക്കാൻ യുദ്ധം വിവിധ തരങ്ങളിലാണ്. യുദ്ധമുന്നണിയിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടണം, രാജ്യം പട്ടിണിയിലാകാതിരിക്കാൻ കാർഷിക രംഗം സജീവമായി നിലനിർത്തണം, മറ്റു രംഗങ്ങളിലെല്ലാം യുദ്ധം ബാധിക്കാതിരിക്കാൻ ഉൽപാദനം നടക്കണം. അതിന് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം കൈകോർത്ത് ഒരു ജനത പോർമുഖത്തണിനിരുന്ന അനുഭവമാണ് രണ്ടാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിലുണ്ടായത്. ആ സോവിയറ്റ് യൂണിയന്റെ മഹത്തായ ചെറുത്തുനിൽപ്പിന്റെ ത്രസിപ്പിക്കുന്ന ഓർമ്മകൾ ഇന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അസാധാരണമായ ധീരതയാണ് സോവിയറ്റ് ജനത അന്ന് കാഴ്ചവെച്ചത്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് സ്റ്റാലിന്റെ മകൻ, ജോസഫ് സ്റ്റാലിനാണെന്ന് റഷ്യയെ, സോവിയറ്റ് യൂണിയനെ നയിച്ച ഭരണാധികാരി എന്നെല്ലാവർക്കും അറിയാം. സ്റ്റാലിന്റെ മകൻ ഒരു റെഡ് ഗാർഡായി റഷ്യൻ ചെമ്പടയുടെ ഭാഗമായി ജർമ്മൻ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ യുദ്ധമുഖത്താണ്. അപ്പോൾ സ്റ്റാലിനെ തേടി ക്രെംലിനിലേക്ക് അതീവ ഗൗരവതരമായ ഒരു സൈനിക സന്ദേശമെത്തും. അത് മറ്റൊന്നുമല്ല, നിർഭാഗ്യവശാൽ സ്റ്റാലിന്റെ മകൻ യാക്കോവ് ജർമ്മൻ സൈനികരുടെ പിടിയിലായിരിക്കുന്നു. സ്റ്റാലിന്റെ മകനെയാണ് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ജർമ്മൻ സൈന്യം സ്റ്റാലിന്റെ മകനെ വെച്ച് വിലപേശാൻ ആരംഭിച്ചു. അതിനോടകം സോവിയറ്റ് ചെമ്പടയുടെ പിടിയിലായ ജർമ്മൻ സൈന്യത്തിലെ ഒരു മേജർ, ആ മേജറെ വിട്ടുകിട്ടണം. അങ്ങനെ മേജറെ വിട്ടുതന്നാൽ, ആ സൈനിക മേധാവിയെ വിട്ടുതന്നാൽ പകരം യുദ്ധമുന്നണിയിലുള്ള ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തടവുകാരെ കൈമാറുന്നതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സ്റ്റാലിന്റെ മകനെ ഞങ്ങളും വിട്ടുതരാം എന്ന നിലപാട് ജർമ്മൻ സൈന്യം സ്വീകരിച്ചു. ഇതാണ് സൈനിക സന്ദേശമായി സ്റ്റാലിന്റെ മുന്നിലെത്തിയത്. അന്ന് ജോസഫ് സ്റ്റാലിൻ എന്ന സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി, ലോകം കണ്ട ഏറ്റവും കരുത്തനായ ഭരണാധികാരി, അന്ന് ഉറച്ച ഒരു നിലപാട് സ്വീകരിച്ചു. സ്റ്റാലിൻ പറഞ്ഞു, ഇത് യുദ്ധനീതിയല്ല. യാക്കോബ് ഒരു സാധാരണ സൈനികനാണ്. യുദ്ധമുഖത്ത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയനുസരിച്ച് പിടിയിലായ, പരസ്പരം തടവിലാക്കപ്പെട്ട സൈനികരെ കൈമാറ്റം ചെയ്യാറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഒരു സാധാരണ സൈനികന്റെ ജീവന് പകരമായി മറ്റൊരു സാധാരണ സൈനികനെ മാത്രമേ വിട്ടുകൊടുക്കാൻ നിയമം അനുശാസിക്കുന്നുള്ളൂ. അതുകൊണ്ട് യാക്കോവിന്റെ ജീവന് പകരമായി സോവിയറ്റ് ചെമ്പടയുടെ തടവിലുള്ള ഒരു സാധാരണ ജർമ്മൻ സൈനികനെ വിട്ടുകൊടുക്കാം. അതാണ് ചെയ്യാനാവുക. പക്ഷെ ജർമ്മനിക്ക് അത് സ്വീകാര്യമായിരുന്നില്ല. അവർ കരുതി സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു പിതാവായി സ്റ്റാലിൻ മാറും, ഒരു ദുർബലനായ പിതാവായി മാറും. അപ്പോ ഇതിനോടകം പിടിയിലായിട്ടുള്ള, സോവിയറ്റ് ചെമ്പടയുടെ പിടിയിലായ ജർമ്മൻ സൈനിക മേധാവിയെ തന്നെ വിട്ടുകിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. അതിന് സോവിയറ്റ് യൂണിയൻ തയ്യാറായില്ല, സ്റ്റാലിൻ തയ്യാറായില്ല. ഒടുവിൽ നിരാശരായ ജർമ്മൻ സൈന്യം സ്റ്റാലിന്റെ മകനെ വകവരുത്തുകയാണ് ചെയ്തത്. കൊല്ലപ്പെട്ടു. ആ മൃതദേഹം റഷ്യയിലെത്തിയപ്പോ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞു അത്രേ, അസംഖ്യം റഷ്യൻ പൗരന്മാരെ പോലെ യാക്കോവും രാഷ്ട്രത്തോടുള്ള കടമ നിറവേറ്റി എന്ന് പറഞ്ഞ ഭരണാധികാരിയാണ് സ്റ്റാലിൻ. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ രണ്ടാം ലോക യുദ്ധത്തിന്റെ ഭാഗമായുണ്ട്. ഒടുവിൽ 1945 ഏപ്രിൽ 28 ഏറെക്കുറെ സമ്പൂർണമായും ബെർലിൻ പിടിച്ചടക്കി റഷ്യൻ ചെമ്പട. ഹിറ്റ്ലറുടെ കൊട്ടാരത്തിന്റെ മുകളിൽ
ഒരു യുവ റെഡ് ഗാർഡായ അബ്ദുൽ ഹക്കീം ഇസ്മയിലോവ് അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത അസാധാരണ വലിപ്പമുള്ള ഒരു രക്തപതാക ഉയർത്തി. ആ ദൃശ്യം കണ്ടു നിൽക്കാനുള്ള കരുത്തില്ലാതെ പോയ, അതുവരെ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും കൊന്നൊടുക്കും എന്ന് വാശിയോടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഹിറ്റ്ലർ തന്റെ കാമുകിയെയും വളർത്തു നായയെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് ജർമ്മനിയുടെ കീഴടങ്ങൽ പൂർണ്ണമാവുന്നത്. ചെമ്പടയാർത്തിരമ്പി വരുന്നത് കണ്ട് താൻ ഈ ഭൂമുഖത്തു നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കാൻ ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം നാസിസത്തെ കുഴിവെട്ടി മൂടുന്ന കാഴ്ച കണ്ടാണ് ഹിറ്റ്ലർ ജീവനൊടുക്കിയത്. ചെമ്പടയുടെ മുന്നേറ്റത്തിന്റെ മുന്നിൽ ധീരനായി നിൽക്കാൻ ഉള്ള ആർജവം ഹിറ്റ്ലർക്കുണ്ടായില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിനുശേഷം സമ്പൂർണമായ കീഴടങ്ങൽ കരാറിൽ ജർമ്മനി ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതേസമയം ഇറ്റലി ഫാസിസത്തിന്റെ ജനയിതാവെന്നറിയപ്പെടുന്ന അന്റോണിയോ ഗ്രാംഷിയെ പോലെ ഒരുപക്ഷെ ലോകത്തിന്റെ ധൈഷണിക നേതൃത്വമായി മാറുമായിരുന്ന, ലോകത്തിന്റെ തന്നെ ബൗദ്ധിക മികവായി ഇന്നെല്ലാവരും തിരിച്ചറിയുന്ന ദാർശനികൻ കൂടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഗ്രാംഷി ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത സഖാക്കളെ കൊന്നു തള്ളിയ ആ ഇറ്റലിയിൽ ഫാസിസത്തിന്റെ ജനയിതാവായ ബെനിറ്റോ മുസോളിനി മൃഗീയമായി കൊല്ലപ്പെട്ടു. കൊടും ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ, ഹിറ്റ്ലറെ പോലെ നേതൃത്വം നൽകിയ, കൂട്ടക്കൊലകൾക്ക് നേതൃത്വം നൽകിയ മുസോളിനി കൊല്ലപ്പെട്ടു. മുസോളിനിയുടെ മൃതശരീരം മിലാനിൽ നഗരചത്വരത്തിൽ കെട്ടിത്തൂക്കി. അതിലെ കടന്നുപോയവരെല്ലാം ഉള്ളിലുള്ള രോഷം പ്രകടിപ്പിക്കുമാറ് ആ മൃതശരീരത്തിൽ കല്ലെറിഞ്ഞു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു, ഒരു വൃദ്ധ അവരുടെ കൈത്തോക്കുകൊണ്ട് ആ മൃതശരീരത്തിൽ 5 തവണ നിറയൊഴിച്ചു അത്രേ. എന്നിട്ട് അവർ ആ തട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, കൊല്ലപ്പെട്ട എന്റെ 5 പുത്രന്മാർക്കു വേണ്ടി എന്ന് പറഞ്ഞതായി എവിടെയോ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. 5 മക്കളും കൊല്ലപ്പെട്ട അനുഭവമാണ് ആ അമ്മയ്ക്കുള്ള അനുഭവം. അങ്ങനെ ലോകം കാൽക്കീഴിലാക്കാൻ കൊതിച്ച 2 സ്വേച്ഛാധിപതികളും ലോകം കണ്ട ഏറ്റവും വലിയ 2 കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഈ വിധം ദയനീയമായി അന്ത്യം കുറിക്കുന്ന അനുഭവമാണ്. 2 പേരുടെയും അന്ത്യത്തിന് 2ാം ലോക യുദ്ധം സാക്ഷ്യം വഹിച്ചു. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മാനവരാശിയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം കൊടും ക്രൂരതകൾ, ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റൊരു ഏകാധിപതിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കില്ല. ഞാൻ ആ കഥയാകെ വിശദീകരിക്കണമെന്ന് കരുതുന്നില്ല. എങ്കിലും ചരിത്ര സ്മാരകങ്ങളായി മാറിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ആ കാലം നമ്മോട് വിശദീകരിക്കും. ഓഷ്വിറ്റ്സ് പോലെ എത്രയോ യുദ്ധ മ്യൂസിയങ്ങളായി മാറിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇപ്പോഴുമുണ്ട്. അവിടെയാണ് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ പീഡിപ്പിച്ചു കൊന്നത്. എങ്ങനെ ഇത്രയധികം മനുഷ്യരെ കൊന്നുകളയും? വെടിവെച്ച് കൊന്നാൽ ഒരാൾക്കൊരു ബുള്ളറ്റ് വീതം ചെലവഴിക്കുന്നത് എത്ര വലിയ ചെലവാണ് എന്ന് ചിന്തിച്ച് ദുഃഖിച്ചയാളായിരുന്നു അത്രേ ഹിറ്റ്ലർ. അങ്ങനെയാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എന്നും വേണ്ട ഫാസിസത്തിനെതിരായ നിലപാട് സ്വീകരിച്ചവർ, നാസി സ്വേച്ഛാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയവർ എല്ലാ മനുഷ്യരെയും കൊല്ലുകയും അങ്ങനെ ഒടുവിൽ കണ്ടെത്തിയതാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. വലിയ ഗോഡൌണുകൾ പോലെയുള്ള വായുസഞ്ചാരമില്ലാതെ പ്രത്യേകമായി നിർമ്മിച്ചെടുത്ത ഹാളുകളിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യരെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകും. വിഷവാതകം കടത്തിവിടും. ആ വിഷവാതകം ശ്വസിച്ച് നിമിഷ നേരം കൊണ്ട് പിടഞ്ഞൊടുങ്ങും ആയിരങ്ങൾ. അപ്പൊ വെടിയുണ്ട ലാഭമാണ്. ഇങ്ങനെ മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവാതകം സൈക്ലോൺ ബി എന്നറിയപ്പെടുന്ന ഒരു വിഷവാതകമായിരുന്നു അത്രേ അന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കപ്പെട്ടത്. IG ഫാർബൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു രാസവള നിർമ്മാണ കമ്പനിയാണ് അന്ന് ഹിറ്റ്ലർക്ക് ആവശ്യമായ ഈ വിഷവാതകം സൗജന്യമായി കൊടുത്തു. അതിനു പകരം കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ ഈ കമ്പനിക്ക് ഹിറ്റ്ലർ സൗജന്യമായി കൊടുത്തു. ഇതിനാണ് മൃതശരീരം? രാസവള നിർമ്മാണ കമ്പനിയാണ്
എല്ലുപൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി പിന്നെ ബുദ്ധിമുട്ടേണ്ടതില്ല. ഈ മൃതശരീരങ്ങൾ രാസവളം നിർമ്മിക്കാനായി ഉപയോഗിക്കും. ഇതായിരുന്നു ആ കാലത്ത് ഹിറ്റ്ലറും IG ഫാർമൻഡസ്ട്രിയും തമ്മിലുണ്ടായിരുന്ന ഉടമ്പടി എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ലോകത്ത്. പാവപ്പെട്ട മനുഷ്യരെ കൊന്ന് അവരുടെ മൃതശരീരം രാസവള നിർമ്മാണ കമ്പനിക്ക് കൊടുത്ത് അതിന് പകരമായി അവരിൽ നിന്ന് വിഷവാതകം വാങ്ങി വീണ്ടും മനുഷ്യരെ കൊന്നുകൊണ്ടിരുന്നു. ഏണസ്റ്റ് ഫെൽമാനെ പോലെ എത്രയെത്ര വിശ്വവിപ്ലവകാരികൾ കൊല്ലപ്പെട്ടു, എത്രയെത്ര കൊടും ക്രൂരതകൾക്ക് ജർമ്മനി സാക്ഷ്യം വഹിച്ചു. ആ കാലത്തിന്റെ അസ്തമയമാണ് 1945 റഷ്യൻ ചെമ്പടയുടെ മുന്നേറ്റത്തിൽ ജോസഫ് സ്റ്റാലിന്റെ അപ്രതിരോധ്യമായ സൈന്യം നിർവഹിച്ചത്. പക്ഷേ ആ യുദ്ധത്തിന്റെയും നീക്കുബാക്കി എന്തായിരുന്നു? അതാണ് നാം പരിശോധിക്കേണ്ടത്. സോവിയറ്റ് യൂണിയൻ ജയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ജയം, കമ്മ്യൂണിസ്റ്റ് ചെമ്പടയുടെ വിജയം. പക്ഷേ ആ വിജയം അനായാസേന നേടിയതല്ല. ആ വിജയത്തിന് വേണ്ടി നൽകേണ്ടി വന്ന വില ഏകദേശം 2.25 കോടി സോവിയറ്റ് പൗരന്മാരുടെ ജീവനായിരുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു, 2.25 കോടി മനുഷ്യർ. കേരളത്തിലെ ആകെ ജനസംഖ്യ ഏകദേശ കണക്ക് 3.5 കോടി എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ 2021 കാര്യക്ഷമാരി നടക്കേണ്ടതാണ്, സെൻസസ് നടന്നിട്ടില്ല. അപ്പൊ ഒരു ഊഹക്കണക്കാണ്. അപ്പോ കേരളത്തിന്റെ ജനസംഖ്യയോടടുത്ത് മനുഷ്യരാണ് സോവിയറ്റ് യൂണിയൻ പൗരന്മാർ മാത്രം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ ജീവന്റെ വിലയാണ് ഇന്നത്തെ ലോകം. മറ്റു രാജ്യങ്ങളിലും ഇതുപോലെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. ആധികാരികമായ കൃത്യമായ കണക്കുകളൊന്നും ലഭ്യമല്ല. എങ്കിലും പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം 7 കോടിയോളം മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ് ആ യുദ്ധത്തിൽ. ഇന്നും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അതത് രാജ്യങ്ങളിലെ യുദ്ധസ്മാരകങ്ങൾ ഹൃദയഭേദകമായ ആ നരഹത്യയുടെ കാലത്തെ വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 2ാം ലോക യുദ്ധം സമാപിക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ വിജയശ്രീലാളിതരായി നിൽക്കുകയാണ്. സോവിയറ്റ് യൂണിയന്റെ പ്രധാനമായും സോവിയറ്റ് യൂണിയന്റെ മഹാത്യാഗത്തിന്റെ ഫലമായി നമ്മുടെ ലോകം ഫാസിസത്തിന്റെ കാൽ കീഴിൽ അമർന്നില്ല. അതാണ് ഈ വിജയദിനം, ആ മഹത്തായ വിജയത്തിന്റെ ഓർമ്മ പുതുക്കൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ നടക്കുമ്പോഴും ഇപ്പോഴത്തെ ജനങ്ങൾ, നമ്മൾ നന്ദിയോടെ സോവിയറ്റ് ത്യാഗത്തെ അനുസ്മരിക്കുന്നത് അന്ന് 2ാം ലോക യുദ്ധത്തിൽ സഖ്യകക്ഷികൾ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിടിച്ചടക്കാനാണ് അന്ന് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും പദ്ധതി. ലോകം മുഴുവൻ കാൽക്കീഴിലാക്കുക, എല്ലാ ഭിന്നസ്വരങ്ങളെയും ഇല്ലാതെയാക്കുക, ഭിന്നസ്വരങ്ങളെല്ലാം നിശബ്ദമാക്കി കളയും, തങ്ങൾക്ക് വിയോജിപ്പുള്ളവരെയെല്ലാം കൊന്നുതള്ളും. അങ്ങനെ എതിർ ശബ്ദങ്ങളൊന്നുമില്ലാത്ത സ്വേച്ഛാധികാര വാഴ്ചയുടെ ഒരു ലോകം സ്വപ്നം കണ്ടവരാണ്. ഫാസിസത്തിന്റെ കാൽക്കീഴിൽ ലോകം ഞെരിഞ്ഞമരുമായിരുന്നു. അതാണ് പ്രധാനമായും സോവിയറ്റ് ജനതയുടെ മഹാത്യാഗത്തിലൂടെ ഒഴിവായി കിട്ടിയത്. ലോകമെമ്പാടും പുതിയൊരു ഉണർവുണ്ടായി. പക്ഷെ നമ്മൾ ഇവിടെയും കാണേണ്ടത് വിജയശ്രീലാളിതമായ രാഷ്ട്രം സോവിയറ്റ് യൂണിയൻ ഉടനെ ജർമ്മനിയെ കീഴടക്കി, ഹിറ്റ്ലറെ പിടിച്ചുകെട്ടി, ഇനി തങ്ങളുടെ സൈനിക മേധാവിത്വം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെയാകെ കീഴടക്കി സോവിയറ്റ് യൂണിയന്റെ കാൽക്കീഴിലാക്കാം എന്നല്ല ചിന്തിച്ചത്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ സവിശേഷത. തങ്ങളുടെ കാൽക്കീഴിൽ മറ്റു രാജ്യങ്ങളെയാക്കാൻ, യുദ്ധം തുടരാൻ, പുതിയ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കാൻ യുദ്ധോന്മാദവുമായി മുൻപോട്ട് പോവുകയല്ല സോവിയറ്റ് യൂണിയൻ ചെയ്തത്. സ്റ്റാലിന്റെ മുൻകൈയിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത് 2ാം ലോക യുദ്ധാനന്തരം ലോക സമാധാന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അതാണ് സോവിയറ്റ് യൂണിയൻ ചെയ്തത്. വേൾഡ് പീസ് കൗൺസിൽ WPC രൂപം കൊള്ളുന്നത് 2ാം ലോക യുദ്ധാനന്തരമാണ്.
ലോകസമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം, അത് വേൾഡ് പീസ് കൗൺസിലിന്റെ മുദ്രാവാക്യമാണ്. വേൾഡ് പീസ് കൗൺസിൽ രൂപീകരിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വേൾഡ് പീസ് കൗൺസിലിന്റെ ഭാഗമായി സമാധാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സമാധാന പ്രസ്ഥാനമാണ് AEPSO, ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ. അതിപ്പോഴും പ്രവർത്തിക്കുന്നു. ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ, മനുഷ്യാവകാശ പ്രവർത്തകർ, എഴുത്തുകാർ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ ഒക്കെ AEPSOയിൽ അംഗങ്ങളായി അതിന്റെ ഭാഗമായി നിൽക്കും. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സമാന സ്വഭാവമുള്ള സമാധാന പ്രസ്ഥാനങ്ങളുണ്ട്. വേൾഡ് പീസ് കൗൺസിൽ ആദ്യമായി മുൻപോട്ട് വെച്ച സുപ്രധാനമായ ഒരു ആവശ്യം സാർവത്രിക നിരായുധീകരണം എന്നതായിരുന്നു. എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ വേണ്ടെന്ന് വെക്കണം. ഇനി ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. മനുഷ്യർ, രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധങ്ങൾ ഇനി ഉണ്ടാവരുത് എന്ന നിലപാടാണ് വേൾഡ് പീസ് കൗൺസിൽ മുൻപോട്ട് വെച്ചത്. ആ ആശയത്തിന്, ആ സമാധാന പ്രേരിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സോവിയറ്റ് യൂണിയനായിരുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ യുദ്ധങ്ങളെ സമീപിക്കുന്നു എന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം. ഇപ്പോഴാവട്ടെ വേൾഡ് പീസ് കൗൺസിൽ മുൻപോട്ട് വെച്ച സാർവത്രിക നിരായുധീകരണം ഉൾപ്പെടെ ലോകസമാധാനം എന്ന മുദ്രാവാക്യത്തിന് മറ്റേത് കാലത്തെക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് നാം കാണണം. ഞാൻ ഒരുപാട് സമയമെടുത്ത് സംസാരിക്കണമെന്ന് കരുതുന്നില്ല. നമ്മുടെ യോഗം തന്നെ കുറെ വൈകിയാണ് ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, രണ്ടാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് സൈന്യം റഷ്യൻ ചെമ്പട നേടിയ മഹാവിജയവും ഫാസിസം എന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീഷണി ഒഴിവായതിന്റെ ഓർമ്മയും പുതുക്കുന്ന ഈ ഘട്ടത്തിലും നാം ചിന്തിക്കേണ്ടത് ലോക സമാധാനത്തെ കുറിച്ചാണ്. ഇനിയൊരു യുദ്ധവും മനുഷ്യരാശിയുടെ മേൽ ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്ന നിലപാടാണ് ഈ വിജയദിനത്തിന്റെ ഭാഗമായി ഒത്തുകൂടുമ്പോഴും ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളായ മനുഷ്യർ പങ്കുവെക്കുന്നത്. ലോക സമാധാന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ മുൻപോട്ട് വെച്ച ലോകസമാധാനം എന്ന മുദ്രാവാക്യം ഇന്ന് 10 മടങ്ങ് പ്രസക്തിയുള്ളതാണ്. എന്തുകൊണ്ട്? ഒരു രാജ്യവും നിരായുധീകരിക്കപ്പെട്ടില്ല. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങൾക്കനുസൃതമായി പുതിയ പുതിയ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ, പടക്കോപ്പുകൾ നിർമ്മിക്കപ്പെട്ടു. അതുപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ യുദ്ധം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓരോ രാജ്യത്തിന്റെയും കൈവശമുള്ള ആയുധ ശേഖരം ചെറുതല്ല. ആ ആയുധങ്ങളുടെ പ്രഹരശേഷി ഒട്ടും നിസ്സാരമല്ല. ഒരു ഇത് സംബന്ധിയായ ലേഖനത്തിൽ വിശദീകരിച്ചതായി വായിച്ചത്, ഈ ഭൂമിയെ 500 തവണ ചുട്ടുകരിക്കുന്നതിനാവശ്യമായ ആണവായുധ ശേഖരം വിവിധ രാജ്യങ്ങളുടെ കൈവശമുണ്ട്. ചുട്ടുകരിക്കുക എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല. ഈ ഭൂമിയിലെ, ഈ ഭൂഗോളത്തിലെ എല്ലാ ജീവജാലങ്ങളെയും അതിൽ വൃക്ഷലതാദികളും മറ്റ് ജീവിവർഗങ്ങളും എല്ലാം ഉൾപ്പെടും. അതിനെയാകെ ഭസ്മമാക്കി കളയാൻ പിന്നെ ജീവന്റെ ഒരു കണം പോലും ഭൂമിയിലുണ്ടാകും. അങ്ങനെ കളയാൻ 500 തവണ. എന്തിനാണ് ഈ 500 തവണ ചുട്ടുകരിക്കുന്നത്? ഒരു തവണ ഭസ്മമാക്കിയാൽ കഴിഞ്ഞു. അപ്പൊ അതതിന്റെ ഒരു കണക്കാണ്. ഒരു തവണ ഭൂമിയെ ഭസ്മമാക്കി കളയാൻ ആവശ്യമുള്ളതിന്റെ 500 മടങ്ങ് ആണവായുധ ശേഖരം വിവിധ രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. എന്തായിരിക്കും അവസ്ഥ? അവസ്ഥയൊന്നുമില്ല. ഇല്ല, അതാണ്. എന്തില്ല? ഒന്നുമില്ല. അതാണ് പിന്നെ ലോകം. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, ഇന്നോളം ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ഭൗതിക ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആളാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു ലോകയുദ്ധമുണ്ടായാൽ, ഒരു 3ാം ലോകയുദ്ധമുണ്ടായാൽ ഏതൊക്കെ ആയുധങ്ങളാണ് പ്രയോജനമില്ല. പക്ഷെ ഒരു കാര്യം പ്രവചിക്കാൻ എനിക്ക് കഴിയും. ഒരു 4ാം ലോകയുദ്ധം ഉണ്ടാകുന്നുവെങ്കിൽ ആ യുദ്ധമുഖത്ത് മനുഷ്യർ
ഉപയോഗിക്കുന്ന ആയുധം എന്തായിരിക്കും എന്ന് വ്യക്തമായി പറയാൻ എനിക്ക് സാധിക്കും. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമായിരുന്നില്ല. ഒരു നാലാം ലോക യുദ്ധമുണ്ടായാൽ അന്ന് മനുഷ്യർ ഏറ്റുമുട്ടുക കല്ലും കമ്പും ഉപയോഗിച്ചിട്ടായിരുന്നു. അതാണ് അദ്ദേഹം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു മൂന്നാം ലോക യുദ്ധമുണ്ടായാൽ ഈ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആണവായുധങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ച് ഭൂമി തന്നെ ഇല്ലാതെയാവും. ഒരു പുൽനാമ്പ് പോലുമില്ലാതെ, ജീവന്റെ ഒരു കണിക പോലുമില്ലാതെ ഈ ഭൂമി വന്ധ്യംകരിക്കപ്പെടും. പിന്നെ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് പലതരത്തിലുള്ള പ്രക്രിയകളിലൂടെ ഏതെങ്കിലും സൂക്ഷ്മജീവന്റെ അംശങ്ങളൊക്കെ മുളപൊട്ടി അതിൽ നിന്ന് പുതിയ പരിണാമചക്രങ്ങൾ പൂർത്തിയായി പുതിയ മനുഷ്യൻ, അക്കാലത്തെ മനുഷ്യനുണ്ടായി. ആ മനുഷ്യനും പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഘട്ടമെന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃതമായ ഒരു ഘട്ടമായിരിക്കും. അന്ന് കമ്പും കല്ലും ഒക്കെ എടുത്തിട്ടുള്ള യുദ്ധമായിരിക്കും എന്നാണ്. സർവനാശം എന്നതാണ് സാർവത്രികമായ നിരായുധീകരണം എന്ന ആശയത്തിന്റെ പ്രസക്തി അതാണ്. പക്ഷെ നമ്മുടെ ലോകം ഇന്ന് അതിന് പക്വമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അതിർത്തികളെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ, മറ്റു പലതിനെയും ചൊല്ലിയുള്ള സംഘർഷം ലോകത്തിപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ്. എങ്കിലും സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം തീർത്തും നേർത്തതായി പോകുന്നില്ല എന്ന് നാം കാണണം. കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപ് സ്വിറ്റ്സർലൻഡിൽ ആയുധങ്ങൾ ഇനി വേണ്ട, സൈന്യം ഇനി വേണ്ട എന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചൊരു വലിയ ക്യാമ്പയിൻ ഉയർന്നു. അപ്പോൾ റഫറണ്ടം നടത്തി. ഈ നിലപാടിനെ എത്ര പേർ പിന്തുണയ്ക്കുന്നുണ്ട്? നിലപാടിതാണ് സ്വിറ്റ്സർലൻഡിന് ഇനി സൈന്യം വേണ്ട, പട്ടാളം വേണ്ട, ആയുധങ്ങൾ വേണ്ട, ആയുധങ്ങളും പട്ടാളവും ഇല്ലാത്ത ഒരു രാജ്യമായി മാറണം എന്നതാണ് ആവശ്യം. റഫറണ്ടത്തിൽ ആവശ്യമുയർത്തിയവർ തോറ്റുപോയി. പക്ഷെ 35% വോട്ട് കിട്ടി എന്നാണ് വായിച്ചതായി ഞാൻ ഓർക്കുന്നു. മൂന്നിലൊന്നിലൊരു അല്പം കൂടുതൽ ആൾക്കാർ ഈ ആശയത്തെ പിന്തുണച്ചു എന്ന് നാം കാണണം. അത് തീർത്തും നിസ്സാരമല്ല. ഇത് ലോകമാകെ വളർന്നു വരേണ്ട ഒരു ആശയമാണ്. സമാധാനത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയരണം. ലോക സമാധാനം എന്നത് ആധുനിക മനുഷ്യൻ കണിശമായി ഉയർത്തേണ്ട ഒരു ആശയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഒരൊറ്റ കൂട്ടർക്കയുള്ളൂ. യുദ്ധം വന്നാൽ അതിന്റെ ആഘാതം എവിടെയൊക്കെയാണ് ഉണ്ടാവുക? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു യുദ്ധത്തിന്റെ അനുഭവം നേരിട്ടവർ അധികം ഉണ്ടാവില്ല, വളരെ കുറച്ചു പേരുണ്ടാവും. എന്നാലും മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾ യുദ്ധത്തിന്റെ തിക്തഫലങ്ങൾ കണ്ടവരോ അനുഭവിച്ചവരോ അല്ല. ചിലർ ധരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരാണ് ചിലപ്പോൾ അതിന്റെ പ്രയാസങ്ങൾ നേരിടുക എന്നാണ്. അല്ല, ഇപ്പോ അങ്ങനെയല്ല. അത്യന്താധുനികമായ ആയുധങ്ങൾ, നൂറുകണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ടും നാശം വിതയ്ക്കാൻ കഴിവുള്ള ആയുധങ്ങളുണ്ട്. ഇനി അങ്ങനെ ആ ഭാഗം മാറ്റിവെച്ചാൽ തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ കൂടപ്പുറപ്പാണ് ക്ഷാമം, ദാരിദ്ര്യം, പട്ടിണി, വിലക്കയറ്റം, മരുന്നുകളുടെ ദൗർലഭ്യം, ഭക്ഷണം കിട്ടാതെ, ചികിത്സിക്കാൻ ആവശ്യമായ മരുന്ന് കിട്ടാതെ മനുഷ്യർ നിസ്സഹായരായി മരിച്ചു വീഴുന്ന അനുഭവമാണ് യുദ്ധങ്ങൾ ഉണ്ടായ സ്ഥലത്തെല്ലാം വന്നിട്ടുള്ളത്. അതിനെയെല്ലാം നേരിടേണ്ടതായി വരും. അതിനെയാണ് യുദ്ധക്കെടുതികൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കൂട്ടർക്ക് നേട്ടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, യുദ്ധം കൊണ്ട് ആർക്കാണ് ലാഭം, നേട്ടം? ലോകത്തിൽ ഏറ്റവും ലാഭകരമായ ബിസിനസ് ഏതാണ്? ഏറ്റവും ലാഭകരമായ കച്ചവടം. അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയോ പ്രകൃതിവാതകത്തിന്റെയോ ഭക്ഷ്യധാന്യങ്ങളുടെയോ വസ്ത്രങ്ങളുടെയോ മരുന്നിന്റെയോ ഒന്നുമല്ല. അതിലൊക്കെ ഏറിയും കുറഞ്ഞും ലാഭം ഉണ്ടാവും. ലാഭമില്ലാത്ത ഒരു കച്ചവടവും നിലനിൽക്കില്ല. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്ന ലാഭവുമായി താരതമ്യം ചെയ്യാനേയാവാത്ത, സങ്കല്പിക്കാനാവാത്ത ലാഭമുള്ള ലോകത്തിലെ ഏക കച്ചവടമാണ് ആയുധ കച്ചവടം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ആയുധ കച്ചവടത്തിലാണ്. ആ ആയുധ കച്ചവടത്തിന്റെ നേതാവാണ് അമേരിക്ക.
അതാണ് പ്രത്യേകത. ലോകത്തിലെ ഏത് രാജ്യത്തെ നിങ്ങൾ എടുത്തു നോക്കിയാലും ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമായ ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന വരുമാന സ്രോതസ് ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിന്റെ എന്താണ്? ഇന്ത്യ ഇപ്പോഴും അറിയപ്പെടുന്നത് കാർഷിക രാജ്യമെന്നാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. ഇപ്പോൾ ചില മധ്യേഷ്യൻ രാജ്യങ്ങൾ, വെനസ്വല പോലെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ എണ്ണയാണ്, പെട്രോളിയമാണ്. ഇറാനെ കുറിച്ച് കേൾക്കുന്ന പ്രകൃതിവാതകമാണ്. ഇങ്ങനെ പലതുമുണ്ട്, ധാതു സമ്പത്ത് ഒക്കെ ഉണ്ട്. എന്നാൽ അമേരിക്കയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്താണ്? അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ മുഖ്യ പങ്കും വരുന്നത് ആയുധ കച്ചവടത്തിൽ നിന്നാണ്. ആഗോള ആയുധ വിപണിയിലെ ആയുധ കച്ചവടത്തിന്റെ 42% അമേരിക്കയുടേതാണ്. ബാക്കി എല്ലാ രാജ്യവും കൂടി 58%. അതിന്റെ അർത്ഥം എന്താണ്? ഇനി അതിന് വേറൊരു കണക്കുണ്ട്. ഈ കഴിഞ്ഞ വർഷത്തെ ആയുധ കമ്പോളത്തിലെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പറയുന്നത് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ആയുധം വിറ്റത് അമേരിക്കയാണ്. മറ്റു ചില രാജ്യങ്ങളുമുണ്ട്, പക്ഷെ മുന്നിൽ അമേരിക്കയാണ്. അതാണ് ആഗോള ആയുധ വിപണിയിലെ 42% ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യം അമേരിക്ക. ഏറ്റവും കൂടുതൽ വാങ്ങിയതാരാണ്? നമ്മളാണ്. ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയത് ഇന്ത്യയാണ്. ഏതാണ്ട് 10% എന്നാണ് പറയുന്നത്. അതാണ് കണക്ക്. അത് വെറുതെ കിട്ടുന്നതല്ല, കോടാനുകോടി അതിനുവേണ്ടി ചെലവഴിക്കും. സംഘർഷങ്ങൾ ശക്തിപ്പെട്ടാൽ ഇനിയും ആയുധം വാങ്ങേണ്ടി വരും. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഈ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ പോക്കറ്റ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് വളരെ ലളിതമായ സാമ്പത്തിക ശാസ്ത്രം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സമാധാനം വന്നു എന്നിരിക്കട്ടെ, പൂർണ്ണ സമാധാനമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോ നവമാധ്യമങ്ങളിലൊക്കെ ചിലർ ഇടയ്ക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കാണാം. ചില സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില രാജ്യങ്ങൾക്കിടയിലെ അതിർത്തി എന്ന് പറയുന്നത് ഒരു വരയാണ്, ഒരൊറ്റ വര. ആ വരയുടെ അപ്പുറം ഒരു രാജ്യം, ഇപ്പുറം മറ്റൊരു രാജ്യം. അപ്പൊ ഇവിടെ നിന്നൊക്കെ കാണാൻ പോകുന്ന ആളുകൾ ഒരു കാലപ്പുറത്തും ഒരു കാലിപ്പുറത്തും നിന്നിട്ട് രണ്ട് രാജ്യത്ത് ചവിട്ടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് അതൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അവനവൻ തന്നെ ഒന്ന് അഭിനയിക്കും. അതെന്തോ ആട്ടെ, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു വര കൊണ്ട് വേർതിരിച്ച രാജ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വര പോലും ഇല്ലാത്ത രാജ്യങ്ങളുടെ അതിർത്തികളുണ്ട്. ഇന്ത്യയുടെ ഒരതിർത്തി ഭൂട്ടാനുമായ. ഇന്ത്യയും ഭൂട്ടാനും. ഭൂട്ടാൻ ഒരു കൊച്ചു രാജ്യമാണ്. നമ്മുടെ രാജ്യവുമായി അതിർത്തി പങ്കുവെക്കും. അതിലൊരു പ്രധാന കേന്ദ്രം ജയ്ഗാവ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ചെറിയ പട്ടണമുണ്ട്. ആ പട്ടണം അവസാനിക്കുന്നിടത്ത് ഭൂട്ടാൻ ആരംഭിക്കും. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, സദാസമയം തുറന്നു കിടക്കുന്ന ഒരു ഗേറ്റ്. ആ ഗേറ്റിന് അപ്പുറമുള്ള സ്ഥലത്തെ ഭൂട്ടാൻകാർ വിളിക്കുന്നത് ഫുൾസലിംഗ് എന്നാണ്. ഇപ്പുറം ജയ്ഗാവ്. നമ്മൾ ഇന്ത്യൻ അതിർത്തിയിൽ നോക്കിയാൽ കാണാം, ഒരു ചെറിയ ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി അതിന്റെ താഴെ നിങ്ങളിപ്പോ ഇരിക്കുന്നത് പോലെ ഒരു ഫൈബർ കസേരയിട്ട് ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ ഇരിക്കുന്നു. ഒരൊറ്റയാണ്, കയ്യിൽ തോക്കില്ല. എന്തിനാണ്? തോക്കിന്റെ ആവശ്യമില്ല, ഒരു സംഘർഷവുമില്ല, നല്ല സമാധാനമാണ്. പിന്നെ ഇന്ത്യയാണെന്നും ഇന്ത്യയുടെ അതിർത്തി അവസാനിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പട്ടാളക്കാരനെ ഇരുത്തിയിരിക്കുന്നു, അത്രയുള്ളൂ. അയാൾ അവിടെ വിശ്രമിക്കുന്നു. അപ്പുറത്ത് പോയി നോക്കിയാൽ അവിടെ അതും കാണാനില്ല. ചിലപ്പോ അവിടെയും കാണുമായിരിക്കും ഒരു പട്ടാളക്കാരൻ. നമ്മൾ ചെല്ലാ സമയത്ത് വല്ല ന്യായം പിടിക്കാൻ ഒറ്റ പോയതായിരിക്കും, അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഒരാൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആരും തടയുന്നില്ല. പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട. ഒരു ID കാർഡ് കയ്യിൽ വെച്ചാൽ നല്ലത്. ഭൂട്ടാനിൽ ചെന്നൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചാൽ ഒരു 100 രൂപ ഇന്ത്യൻ നോട്ട് എടുത്തു കൊടുത്താൽ അതവിടെ വാങ്ങി വെക്കും കിടക്കാരൻ. ബാക്കി പൈസ തരും. ഇന്ത്യൻ രൂപ അവിടെ ചെലവഴിക്കാം. ആ അതിർത്തി ഗ്രാമത്തിൽ, ആ ജയ്ഗാവിൽ ലൂട്ടർ എന്നാണ് പറയുക, ഭൂട്ടാനി കറൻസി. അവിടുത്തെ കടയിൽ അതും കൊടുക്കുക. എന്തൊരു സമാധാനം, സ്വച്ഛന്തമായ അന്തരീക്ഷം, ഒരു പ്രശ്നവും. ഇങ്ങനെ ലോകത്തിലെ എല്ലാ അതിർത്തികളും മാറി എന്ന് കരുതുക ഒട്ടും എളുപ്പമല്ല. പക്ഷെ സങ്കല്പിക്കൂ, നമുക്ക് എന്തൊക്കെ സങ്കല്പിച്ചു കൂടാ. ഇന്ത്യ പാക് അതിർത്തിയിലും ഇതേപോലെ ഒരു അന്തരീക്ഷം വന്നു എന്ന് കരുതുക. നമ്മൾ ഒരു ജനതയായിരുന്നുവല്ലോ മുൻപ്. നല്ല സൗഹൃദം, സഹോദരി, പരസ്പരം
സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി, രണ്ട് രാഷ്ട്രത്തിലെ ജനങ്ങളായി നമ്മൾ മാറി എന്ന് സങ്കല്പിക്കുക. ഒരു നല്ല കാര്യം സങ്കല്പിക്കുക. അങ്ങനെ ലോകത്തിലെ എല്ലാ അതിർത്തികളും മാറി എന്ന് കരുതുന്നു. പിന്നെന്തിനാണ് തോക്ക്? പിന്നെന്തിനാണ് പോർവിമാനം, പടക്കോപ്പ്, ആണവായുധം, യുദ്ധക്കപ്പൽ? ഒരാവശ്യമില്ല. ഇങ്ങനെ വന്നാലോ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളായി മാറും. ഇതൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ. ചിലർ പറയും ഭ്രാന്തൻ ചിന്തയാണ്. എന്തുകൊണ്ട്? പ്രതിരോധ ചെലവിനാണ് ഈ രാജ്യങ്ങളെല്ലാം ഗണ്യമായ തുക നീക്കിവെക്കുന്നത്. ലക്ഷക്കണക്കിന് കോടി പ്രതിരോധ ആവശ്യങ്ങൾക്കാണ്. പിന്നെ അതിന്റെ ആവശ്യമില്ല. എല്ലാ മനുഷ്യരും സാഹോദര്യത്തോടെ പുലരുന്ന, രാജ്യങ്ങൾ തമ്മിൽ നിതാന്ത സൗഹൃദത്തിൽ ഏർപ്പെടുന്ന, സാഹോദര്യത്തിന്റെ 100 പൂക്കൾ വിടരുന്ന ഒരു പുതിയ കാലം. അപ്പൊ സമ്പൽ സമൃദ്ധമായി മാറും. പക്ഷെ അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ അന്ന് ആഫീസ് പൊട്ടിപ്പോകുന്ന രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ്. കാരണം ഇവന്റെ തോക്ക് ആര് വാങ്ങും? ഇവന്റെ പോർവിമാനങ്ങൾ ആര് വാങ്ങും? അമേരിക്കൻ ദേശീയ വരുമാനത്തിന്റെ ഗണ്യമായ പങ്കും വരുന്നത് ഈ യുദ്ധവിപണിയിൽ നിന്ന് അന്ന് അവസാനിക്കും. അന്ന് അമേരിക്ക കുറച്ച് വെള്ളം കുടിക്കും. ജീവിക്കാൻ പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതായി വരും. അവർ കൃഷിയോ കച്ചവടമോ ഒക്കെ പുതുതായി തുടങ്ങേണ്ടതായി വരും. ഇതാണ് വസ്തുത. അതുകൊണ്ട് ലോകത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കണമെന്നത് ആരുടെ താല്പര്യമാണ്? സാമ്രാജ്യത്വത്തിന്റെ താല്പര്യമാണ്, അമേരിക്കയുടെ താല്പര്യമാണ്. ചരിത്രത്തിലുടനീളം ഈ സാമ്പത്തിക ദുഷ്ട താല്പര്യം നിലനിർത്തിക്കൊണ്ടാണ് അമേരിക്ക മുൻപോട്ട് പോയിട്ടുള്ളത്. ഇപ്പോ ഇടക്കാലത്ത് അമേരിക്ക ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ. എന്നിട്ടോ പാകിസ്ഥാനിൽ കടന്നു ചെന്ന ഒസാമ ബിൻ ലാദനെ വകവരുത്തി. ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബിൻ ലാദനെ സൃഷ്ടിച്ചതാര്? ചരിത്രത്തിൽ നമ്മൾ അങ്ങനെ പരിശോധിക്കട്ടെ. താരതമ്യേന സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അത്ര ഈ ബിൻ ലാദൻ. ആ ബിൻ ലാദനെ അളവറ്റ പണവും സൈനിക പരിശീലനവും ആയുധങ്ങളും നൽകി ഒരു സ്വകാര്യ സൈന്യം തന്നെ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ച് എല്ലാ പിന്തുണയും കൊടുത്തത് അമേരിക്കയാണ്. എന്തിന്? അഫ്ഗാനിസ്ഥാനിലെ ഇടതു ഗവൺമെന്റിനെ, ഇടതു മുന്നേറ്റത്തെ തകർക്കാൻ. ഒപ്പം രാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും എല്ലാമായി മൊത്തം സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുക എന്ന താല്പര്യത്തോടെ ആരംഭിച്ചത്. അടിയന്തര താല്പര്യം ലക്ഷ്യം അഫ്ഗാനായിരുന്നു. അഫ്ഗാനിലെ ഇടതുപക്ഷ ഗവൺമെന്റായിരുന്നു. സോവിയറ്റ് യൂണിയനുമായി സഹകരിച്ചിരുന്ന അഫ്ഗാൻ ഗവൺമെന്റിനെ തകർക്കാനുള്ള മതമൗലികവാദികളുടെ നിക്ഷിപ്ത താല്പര്യത്തെ കൈയയച്ച് പിന്തുണച്ച് പ്രോത്സാഹിപ്പിച്ച് പണവും ആയുധവും സൈനിക പരിശീലനവും എല്ലാം നൽകി വളർത്തിക്കൊണ്ടുവന്ന അമേരിക്ക ഇപ്പോ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ സ്വന്തം ഭൂതകാലത്തോടാണ് കണക്ക് പറയുന്നത്. ഇങ്ങനെ ലോകത്തിന്റെ ഏതെല്ലാം കോണിൽ സംഘർഷങ്ങൾ പുകയുന്നുണ്ടോ അവിടെയെല്ലാം സാമ്രാജ്യത്വത്തിന്റെ ഒരു കൈ നമുക്ക് കാണാൻ പറ്റും, ഒരു ഇടപെടൽ. അത് ഈ ദുഷ്ട താല്പര്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ആയുധ കച്ചവടക്കാരെ മാത്രം തൃപ്തരാക്കുന്ന യുദ്ധങ്ങൾ, മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത യുദ്ധങ്ങൾ, അതിനെതിരെ മാനവരാശി ഒന്നടങ്കം അണിനിരക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ സംശയം മാറില്ല. ചിലർ ചോദിക്കും, പക്ഷെ പഹൽഗാമിൽ 26 ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊന്ന ഭീകരവാദികളെ അമർച്ച ചെയ്യണ്ടേ? അത്തരം ഘട്ടത്തിൽ യുദ്ധം വേണ്ടിവരില്ലേ? അമർച്ച ചെയ്യണ്ട എന്ന് ആര് പറഞ്ഞു? ഭീകരവാദികളെ വെറുതെ വിടണം എന്ന് ആരെങ്കിലും പറഞ്ഞു? ഭീകരവാദം എന്നത് ലക്ഷണമൊത്ത ഭീരുവിന്റെ സംഘടനയെ വിളിക്കുന്ന പേരാണ് ഭീകരവാദം. നിങ്ങൾ നോക്കൂ, പഹൽഗാമിൽ വെടിവെച്ചു കൊന്നത് വിനോദസഞ്ചാരികളായ, അവധി ആഘോഷിക്കാൻ പോയ, ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തേക്ക് കടന്നു ചെന്ന സാധാരണ മനുഷ്യർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും തോക്ക് കാണുക പോലും ചെയ്തിട്ടില്ലാത്തവർ, അങ്ങനെയുള്ള മനുഷ്യരാണ്. ഒരു പേനക്കത്തി പോലും കയ്യിലില്ലാത്തവർ, അവരെയാണ് വെടിവെച്ച് കൊന്നത്. ആര്? ഭീകരവാദി. നിരായുധനായ ഒരു മനുഷ്യന്റെ നേരെ ആയുധമെടുക്കുന്നവൻ ഭീകരവാദി മാത്രമല്ല, ഭീരു കൂടിയാണ്. ധീരനല്ല. സായുധനായി നിൽക്കുന്ന ഒരാളോട് ഏറ്റുമുട്ടണമെങ്കിൽ
ധൈര്യം വേണം. ഒരു മുട്ടുസൂചി കയ്യിലില്ലാതെ നിൽക്കുന്ന ഒരു തന്റെ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടണമെങ്കിൽ ധൈര്യം വേണം. തിരികെ ആക്രമിക്കില്ല, പ്രതിരോധിക്കില്ല എന്നുറപ്പുള്ള ഒരു നിസ്സഹായന്റെ മുഖത്ത് നോക്കി കാഞ്ചി വലിക്കണമെങ്കിൽ എത്രമാത്രം ഭീരുവായിരിക്കണം, എത്രമാത്രം അധമനായ ഒരാളായിരിക്കണം. ഈ ഭീകരവാദി എന്ന് പറയുന്ന കൂട്ടരാണ്. വിദ്യാഭ്യാസം ഉണ്ടാവില്ല, വിവരമുണ്ടാവില്ല, സംസ്കാരമുണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, ഒന്നും. ഇവനെ മയക്കുമരുന്ന് കൊടുത്തും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയും ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്, തയ്യാറാക്കിയെടുക്കുകയാണ്. അതിന് മറയായി മതത്തെ സ്വീകരിക്കുന്നുണ്ട്, മതത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നുണ്ട്, മതഭ്രാന്ത് ഇവരിൽ കുത്തിവെക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭീകരവാദികളുണ്ടാകുന്നത്. ആ ഭീകരവാദികളോട് ഒരു കാരുണ്യവും പാടില്ല, അതാണ് പറയുന്നത്. ഒരു കരുണയും കാണിക്കാൻ പാടില്ല. അത് അമർച്ച ചെയ്യണം. സമാധാന ജീവിതത്തിന് ഭീകരവാദത്തിന് അന്ത്യം കുറിക്കണം. ആ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വേണ്ട ചെല്ലും ചെലവും കൊടുക്കുന്ന ഭീകരവാദികളുടെ പരിശീലന ക്യാമ്പുകൾ കൃത്യമായി അടയാളപ്പെടുത്തി ഇന്ത്യൻ സൈന്യം ഒരാക്രമണം നടത്തിയപ്പോ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിനെ പിന്തുണച്ചു. അല്ലേ? ആരെങ്കിലും എതിരഭിപ്രായം പറയില്ല. CPIM ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ നടപടിക്ക് ഗവൺമെന്റിന് പിന്തുണ നൽകി. എന്തുകൊണ്ട് നൽകി? BJPയുടെ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നവരാണോ നമ്മളാരെങ്കിലും? അല്ല. അവിടെ രാഷ്ട്രീയമായ വിമർശനങ്ങളും ഭിന്നാഭിപ്രായവും വ്യത്യസ്തമായ നിലപാടും നിലനിൽക്കുമ്പോഴും മനുഷ്യജീവന് ഭീഷണിയായി വരുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യാനുള്ള ഏത് നടപടിക്കും പിന്തുണ. അതാണ് പറഞ്ഞത്. അതിനർത്ഥം യുദ്ധം ചെയ്തോന്നാണോ? അല്ല. യുദ്ധം വേറെ, ഇതുവേറെ. ഇന്ത്യ ഗവൺമെന്റും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ത്യൻ സൈന്യം പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇത് യുദ്ധമല്ല എന്ന് പറഞ്ഞു. ഇത് ഭീകരതയ്ക്കുള്ള തിരിച്ചടിയാണ്. അതിർത്തി കടന്ന് ഇവിടെ വന്ന് ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ ഭീകരവാദികൾക്കെതിരായ ഒരു തിരിച്ചടി, സൈനിക നടപടി. അതൊരു യുദ്ധമല്ല, മാറല്ല യുദ്ധം. പക്ഷേ ഈ നടപടി വന്നപ്പോഴേക്ക് നമ്മുടെ നാട്ടിൽ കുറെ ആളുകളെ യുദ്ധജ്വരം ബാധിച്ചു. ഇപ്പൊ യുദ്ധം ചെയ്യണം, ഇപ്പൊ യുദ്ധം ചെയ്യണം എന്നതാണ്. അതിന്റെ മുന്നിൽ ടെലിവിഷൻ ചാനലുകൾ നിന്നു. കുറെ പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ യുദ്ധപ്രഖ്യാപനം നടത്തി. അതാണ് അപകടകരം. നമ്മുടെ രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചില്ല, പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല. പക്ഷേ ടെലിവിഷൻ ചാനൽ യുദ്ധം പ്രഖ്യാപിച്ചു. ഒരു TV ചാനൽ ഉടനീളം എഴുതി കാണിച്ചത് വാർ ബ്രേക്കിംഗ് എന്നാണ് അവരുടെ ന്യൂസ്. വാർ ബ്രേക്കിംഗ്. ആര് പ്രഖ്യാപിച്ചു വാർ? ആര് പ്രഖ്യാപിച്ചു യുദ്ധം? ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിൽ, പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. അതാണ് ടെലിവിഷൻ ചാനലിന്റെ ലൈൻ. ഒരു TV ചാനലിൽ യുദ്ധോന്മാദം, ആപാതചൂടം ബാധിച്ച ഒരു റിപ്പോർട്ടർ പറഞ്ഞു, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു. നിങ്ങൾ കേട്ടില്ലേ അത്? ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു പറയുക. സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവതരമായ ഒരു ഘട്ടമായിട്ടുണ്ടാവും. ഞെട്ടിപ്പോയി അത് കേട്ടപ്പോ. എവിടെ അടച്ചു? അതിർത്തിയിലുള്ള ചില വിമാനത്താവളങ്ങൾ മുൻകരുതൽ എന്ന പോലെ നിയന്ത്രണത്തിന്റെ കീഴിൽ വരുത്തിയെന്നല്ലാതെ രാജ്യത്ത് വേറെ എവിടെ വിമാനത്താവളം അടച്ചത്? കേരളത്തിൽ 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഏതെങ്കിലും അടച്ചിട്ടുണ്ട്? പച്ച കള്ളം പറയുക. നിങ്ങൾ എയർപോർട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അടയ്ക്കും. ആ മൂഡിലേക്കെത്തി യുദ്ധം ചെയ്യുകയാണ്, ഉറഞ്ഞു തുള്ളുകയാണ്. അതിനിടയിൽ പറയുന്നു അത്രേ, പ്രകാശവേഗത്തിന്റെ 3 ഇരട്ടി വേഗതയുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ പോകും. പ്രകാശവേഗം എന്ന് പറഞ്ഞാൽ എത്രയാണ് വേഗം എന്നറിയും? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പോലും. അതാണ് അത്ര ഒരു കണക്ക്. പ്രകാശവേഗം എന്ന് പറയും. അങ്ങനെയുള്ള മിസൈലുണ്ടോ? ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നാളത്തെ കാര്യം പറയില്ല. അങ്ങനെയുള്ള മിസൈൽ ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങനത്തെ മിസൈൽ വിടും എന്നാണ് ചാനലുകാർ പറയുന്നത്. ഉറഞ്ഞു തുള്ളുകയാണ്. വള്ളംകളി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ ആവേശത്തോടെ, ഉന്മാദത്തോടെ ഉറഞ്ഞു തുള്ളുന്നു ചാനലുകളിൽ സകല അവതാരകരും. ഇതെവിടെ എത്തി നിൽക്കുന്നു? മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഈ സംഭവങ്ങളിൽ പുലർത്തിയിട്ടുള്ള ഒരു നിലയുണ്ട്. ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഇന്ത്യയെ
ഈ നടപടികളുടെ പേരിൽ വിമർശിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? യുദ്ധത്തിലേക്ക് പോയില്ല, സിവിലിയന്മാരുടെ നേരെ ആക്രമണം അഴിച്ചുവിട്ടില്ല, സൈനിക കേന്ദ്രങ്ങളെ പോലും ആക്രമിച്ചില്ല, ഭീകരവാദികൾക്ക് നേരെ മാത്രമായി പോർമുന തിരിച്ചുവെച്ച ഒരു സൈനിക നടപടി, ഒരു തിരിച്ചടി അവിടെ നിന്ന്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഒരു ജനതയാകമാനം യുദ്ധാസക്തരാക്കി മാറ്റി. ഇപ്പൊ യുദ്ധം ചെയ്യണം എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു. യുദ്ധത്തിൽ അഭിരമിക്കുന്ന ഒരു നിലയിലേക്ക് സമൂഹത്തെ കൊണ്ടുചെല്ലാൻ ശ്രമിച്ചു. അതൊരു കുറ്റകൃത്യമാണ്. അതൊരു മാനസികാവസ്ഥയുടെ ദുരുപയോഗമാണ്. ഈ യുദ്ധത്തോട് ആസക്തി തോന്നുന്നവർ കേവലം ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാവില്ല. അത് ജീവിതത്തിലുടനീളം അയാളുടെ ഇടപെടലുകളെ, സ്വഭാവത്തെ, സമീപനത്തെ സ്വാധീനിക്കത്തക്കതായി മാറും. മനുഷ്യരെ സമാധാനകാംക്ഷികളാക്കുകയാണ് എല്ലാ മാധ്യമങ്ങളുടെയും ഒരു കടമ. ഒപ്പം യുദ്ധമില്ലാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തൽക്കാലം സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇനി വസ്തുതകളെ യാഥാർത്ഥ്യബോധത്തോടെ കാണട്ടെ. ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കഴിഞ്ഞു. 26 ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ചു കൊന്ന ഭീകരവാദികളെ പിടിക്കാൻ പറ്റിയോ? അവരെ ഞങ്ങൾക്ക് കൈമാറണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടാൻ പറ്റിയോ? ട്രംപ് പറയുന്നു ഞാനാണ് ഇതൊക്കെ ഇടപെട്ട് നേരെയാക്കിയത്. അത് ശരിയാണോ? ആണെങ്കിൽ ആരാണ് ഈ ട്രംപ്? അയാൾക്ക് എന്താണ് ഇവിടെ കാര്യം? വിശദീകരിക്കണ്ടേ? എന്തുകൊണ്ട്? ഇന്ത്യ ഒരിക്കലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ ചരിത്രത്തിലുടനീളം നമ്മുടെ രാജ്യം പുലർത്തിപ്പോന്ന നിലപാട് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് തീർക്കണം. ഒരു മൂന്നാം കക്ഷി വേണ്ട. അതാണ്. അതെന്തുകൊണ്ടാണ്? അന്തസ്സുള്ള ആരും അനുവദിക്കില്ല. ഒരു മൂന്നാം കക്ഷി അനുവദിച്ചാൽ നമ്മുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യണം. നല്ല നിലയിൽ അതെല്ലാം പരിഹരിക്കണം. അതിന് അമേരിക്കയുടെ ഇടപെടൽ വേണ്ട. ആ ഇടപെടലുമായി വന്നാൽ പിന്നെ നാളെ അമേരിക്കയെയും താങ്ങണം. അവന്റെ സൈനിക താവളമായി ഇവിടുത്തെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം. നമ്മുടെ സമുദ്രാതിർത്തിയിൽ അവൻ കടന്നു വരും. ഈ അപകടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് പണ്ടേ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിച്ചത്. അതിന് മാറ്റം വന്നോ? വന്നെങ്കിൽ ഏതൊക്കെയാണ് ഉപാധികൾ? ഇതൊക്കെ വിശദീകരിക്കണ്ടേ? ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് രാജ്യത്ത് ഉയർന്നു വരുന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. 26 ഇന്ത്യക്കാരെ വെടിവെച്ചു വന്നുവെന്ന് മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. ആ 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് എന്തു വിലയാണ് ഇന്ത്യ ഗവൺമെന്റ് കണക്കാക്കുന്നത്? പഹൽഗാമിൽ പോയിട്ടുള്ളവർ ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും. ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. അതിമനോഹരമായ ഒരു ഭൂപ്രദേശം കശ്മീരിലാണ്. പഹൽഗാമിന്റെ തൊട്ടടുത്തുള്ള 5-8 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയാൽ എത്തിച്ചേരാൻ കഴിയുന്ന വിനോദസഞ്ചാരികൾ ഗണ്യമായ അളവിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ചില കൊച്ചു താഴ്വരകളും. അതാണ് ഈ ഭീകരർ കൂട്ടക്കൊല നടത്തിയ ബൈസരൻ വാലി, ചന്ദൻവാടി, ആരൂ വാലി, ബദാം വാലി എന്നൊക്കെ പറയുന്ന കുറെ സ്ഥലങ്ങൾ. എല്ലാം അതിമനോഹരമാണ്. ബദാം എന്ന് പറയുന്ന പഴയൊരു ഹിന്ദി സിനിമ ചിത്രീകരിച്ച സ്ഥലമാണ് ഇന്ന് ബദാം വാലി എന്നറിയപ്പെടുന്നത്. അതിമനോഹരമായ സ്ഥലം. ഈ സ്ഥലങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, എല്ലാം കൊച്ചു കൊച്ചു താഴ്വരകൾ. ഒന്ന് നോക്കിയാൽ നമ്മുടെ ദൃഷ്ടിപരിധിയിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശം മാത്രമേ ഉള്ളൂ. ചെറിയ തുരുത്തുകൾ അങ്ങനെയാണ്. ഇവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾ നിത്യേന വരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പോയിട്ടുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും. ശ്രീനഗറിൽ നിന്ന് നിങ്ങൾ യാത്ര പുറപ്പെട്ടാൽ പഹൽഗാം എത്തുന്നത് വരെ പാതയോരത്ത് 100-200 മീറ്റർ പിന്നിടുമ്പോ സായുധനായ ഒരു സൈനികനെ കാണാൻ പറ്റും. AK-47 തോക്കൊക്കെ പിടിച്ചൊരു ഇന്ത്യൻ പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ടാവും. എന്തിനാണ് ഇത്ര വലിയ സുരക്ഷ? പഹൽഗാമിലെത്തിയാൽ ഞാൻ മേൽപ്പറഞ്ഞ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സൈന്യമുണ്ടാവും. അത് വെറുതെ നിൽക്കുന്നതല്ല. വർഷങ്ങൾക്ക് മുൻപ് ഇതേ പഹൽഗാമിൽ വിദേശ വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ആ അനുഭവം, വിനോദസഞ്ചാരികളുടെ ചോര വീണ മണ്ണാണ് പഹൽഗാം. ആ അനുഭവത്തിന്റെ കൂടി വെളിച്ചത്തിൽ അതീവ ജാഗ്രത നമ്മുടെ സൈന്യം പുലർത്തിയ പ്രദേശമാണിതല്ല.
അതിൽ തന്നെ ഈ ബൈസരൻ വാലിയുടെ പ്രത്യേകത, അവിടേക്ക് കാറിൽ പോകാൻ പറ്റില്ല, ബാക്കി എല്ലായിടത്തും കാറിൽ പോകും. ബൈസരൻ വാലിയിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ദുഷ്കരമായ വഴിയിലൂടെ നമ്മൾ നടന്നു പോകും, അല്ലെങ്കിൽ കുതിരയുടെ പുറത്തു പോകും. ഈ രണ്ട് മാർഗമേ. അവിടെ ആണ് ഭീകരർ ഈ കൂട്ടക്കൊല നടത്തിയത്. ഒരൊറ്റ സൈനികൻ പോലും ഉണ്ടായിരുന്നില്ല. നിതാന്ത സൈന്യ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒരൊറ്റ പട്ടാളക്കാരൻ പോലും ഒന്നുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു? ടിക്കറ്റ് വാങ്ങിയിട്ടാണ് ആളുകളെ കടത്തിവിടുന്നത്. അവിടെ എന്തുകൊണ്ട് സൈനികരുണ്ടായില്ല? ഒന്നാമത്തെ ചോദ്യമാണ്. മുൻപ് ഭീകരർ സഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ അനുഭവം ഉണ്ടായിട്ടും, നിതാന്ത ജാഗ്രതയുള്ള സൈനിക ജാഗ്രതയുള്ള പ്രദേശമായിരുന്നിട്ടും അന്നെന്തുകൊണ്ട് സൈന്യം ഉണ്ടായില്ല? മറുപടി പറയണ്ടേ? രണ്ട്, ഈ പ്രദേശത്തേക്ക് ഭീകരവാദികൾ വരണമെങ്കിലും ഈ വഴിയിലൂടെ നടന്നു വരണം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് വരണം. അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഇപ്പറഞ്ഞ സ്ഥലത്ത് കിലോമീറ്ററുകൾ കാൽനടയായോ കുതിരപ്പുറത്തുമാണ് ഇവർ നോക്കുമായിട്ട് വന്നിട്ടുള്ളത്. കൂട്ടക്കൊല നടത്തി അതേപോലെ തിരിച്ചും പോയി. ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ആര് സമാധാനം പറയും? ഇതല്ലേ ചോദ്യം. ആ ഭീകരവാദികൾ ഇന്നെവിടെ? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാവില്ല. ആ ഘട്ടത്തിൽ ഇതൊന്നും ആരും ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സംഘർഷം ഉരുണ്ടുകൂടുമ്പോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് സൈന്യത്തെയും ഗവൺമെന്റിനെയും പ്രതിരോധത്തിലാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ രാജ്യ താല്പര്യങ്ങളുടെ പിന്നിൽ നിൽക്കുക. അതിന്റെ അർത്ഥം ഞങ്ങൾ ഇതെല്ലാം മറന്നുപോയി എന്നല്ല. ആ 26 മനുഷ്യരുടെ ജീവന് ഇന്ത്യ ഗവൺമെന്റ് കണക്ക് പറഞ്ഞേ തീരൂ. ആ ഉത്തരവാദിത്വം. ഒപ്പം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഭീകരവാദികൾ മതം നോക്കി വെടിവെച്ചു. മതം നോക്കി വെടിവെച്ചു. മുസ്ലിമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തി എന്നിട്ടാണ് വെടിവെച്ചത്. ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക താല്പര്യത്തോടെ. ഇനി നമുക്ക് എന്തിനാണ് ഭീകരവാദികൾ അങ്ങനെ ചെയ്തത് എന്നൊന്ന് ആലോചിച്ചാൽ, ഈ ഭീകരവാദികൾ കൂട്ടക്കൊല നടത്തുന്നതിന് മുൻപ് മതം പരിശോധിച്ചുവെങ്കിൽ, മുസ്ലിമാണോ അല്ലയോ എന്ന് പരിശോധിച്ചുവെങ്കിൽ അതെന്തിനായിരിക്കും? മുസ്ലിങ്ങളല്ലാത്തവരെ മാത്രം വെടിവെച്ചു. അതെന്തിനായിരിക്കും? ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി ഇവിടുന്ന് തുടങ്ങാം എന്ന് കരുതിയിട്ടാണോ? അതിനൊരു സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ വെടിവെച്ച് കൊന്നാൽ തീരുന്നത്ര അംഗസംഖ്യയാണോ ഇന്ത്യയിൽ ഹൈന്ദവ ജനത? അല്ല. ഇന്ത്യൻ ജനസംഖ്യയിലെ ഭൂരിഭാഗവും ഹൈന്ദവരല്ലേ. വെടിവെച്ച് കൊന്നാൽ തീർന്നു പോകും? അതുമില്ല. പിന്നെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതിനൊരു ലക്ഷ്യമുണ്ട്, അതിനൊരു ഉദ്ദേശമുണ്ട്. ഇത് ഈ ലോകം അറിയണം, ഇന്ത്യ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴോ ഹിന്ദു മുസ്ലിം ശത്രുത ആളിപ്പടരും, മതവിദ്വേഷം ശക്തിപ്പെടും, മതസ്പർദ്ധ ഉയർന്നു വരും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇതിന്റെ പേരിൽ തമ്മിലടിക്കും, പരസ്പരം കൊല്ലും, വലിയ മതവർഗീയ കലാപം പൊട്ടിപ്പടരും. രാജ്യം മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ കരുത്തുള്ള ആ വർഗീയ കലാപത്തെ ജ്വലിപ്പിച്ചു വിടുക എന്ന ഉദ്ദേശമാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലെ നിതാന്ത ശത്രുതയുണ്ടാക്കി അവരെ പരസ്പരം ഏറ്റുമുട്ടിച്ച് ആ കലാപത്തീയിൽ ഇന്ത്യ ദുർബലമായി പോണം, ഇന്ത്യ തകരണം. അതാണ് ഉദ്ദേശം, അതാണ് മതപരമായ ലക്ഷ്യം. പക്ഷെ ഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് വിവരദോഷികളായ കുറച്ച് വർഗീയവാദികൾ, മതഭ്രാന്തന്മാർ ഇതൊക്കെ തലയിലേറ്റി എന്നല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. നമ്മുടെ എറണാകുളത്ത് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളുടെ മുൻപാകെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് എന്റെ പിതാവിനെ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് 2 സഹോദരന്മാരെ അവിടെ വെച്ച് കിട്ടി. 2 സഹോദരന്മാരും മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ കൊല്ലാൻ വന്ന ഭീകരവാദി മാത്രമല്ല, രക്ഷിക്കാൻ വന്ന് ഭീകരനോട് ഏറ്റുമുട്ടി വെടിയേറ്റുവാങ്ങി പിടഞ്ഞു വീണ് മരിച്ച ഒരു പാവം കുതിരക്കാരൻ, അയാൾ ഒരു മുസൽമാൻ. അപ്പൊ ഇതൊക്കെ കൂടി വന്നപ്പോ വർഗീയ ഭ്രാന്തന്മാർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. പക്ഷെ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദികളും നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം വൈരം ശക്തിപ്പെടണം, ഹിന്ദു മുസ്ലിം ശത്രുത ആളിക്കത്തണം എന്നാഗ്രഹിക്കുന്ന വർഗീയവാദികളും ഒരേ കാഴ്ചപ്പാടുകാരാണ്.
നമ്മുടെ രാജ്യത്ത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ ശക്തികളും 26 ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഭീകരവാദികളും രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരാണ്, സമാധാനത്തിനെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്. മതാതീതമായി മനുഷ്യരുടെ കൂട്ടായ്മ ഉയർന്നു വരണം. മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യതയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഇഷ്ടപ്പെട്ട മതം ഏതുമാവട്ടെ, അതിന് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമാണ് പ്രസക്തി, പ്രാധാന്യം. രാജ്യകാര്യങ്ങളിൽ, ഭരണകാര്യങ്ങളിൽ അതൊന്നും ബാധകമല്ല. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ രാജ്യമായിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് രണ്ടായി വേർപിരിഞ്ഞത്? മതത്തിന്റെ പേരിലാണ്. മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന ആവശ്യമുയർത്തിയത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലാണ്. ഇന്ത്യൻ വർഗീയതയുടെ രണ്ട് പിതാക്കന്മാരിൽ ഒരാളാണ് ജിന്ന, മറ്റേയാൾ സവർക്കറാണ്. പക്ഷെ ഇനി അതിനൊരു കൗതുകം കൂടിയുണ്ട്. മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്ന ആവശ്യമുയർത്തുന്നു, ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന നിലപാട്. എന്നാൽ ജിന്ന സത്യവിശ്വാസിയായ ഒരു മുസൽമാനായിരുന്നോ? നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ. മുഹമ്മദ് അലി ജിന്നയുടെ ജീവചരിത്രകാരന്മാർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാമിക ചര്യയനുസരിച്ച് ജീവിതം നയിച്ച ആളായിരുന്നില്ല ജിന്ന എന്ന്. ഒരു സത്യവിശ്വാസിയായ മുസൽമാന് നിഷേധിക്കപ്പെട്ട, വിലക്കപ്പെട്ട ഭക്ഷണമാണ് പന്നിയുടെ മാംസം, വിലക്കപ്പെട്ട പാനീയമാണ് മദ്യം. ഇത് രണ്ടും നന്നായി ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു അത്രേ ജിന്ന. അപ്പൊ പിന്നെ അയാളെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റും. മതനിഷ്ഠയുണ്ടായി ഇല്ലാത്ത ഒരാളായിരുന്നു ജിന്ന എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സത്യവിശ്വാസിയല്ലാത്ത, ഇസ്ലാമിക മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ലാത്ത, പേരിൽ മാത്രം മുസൽമാനായിരുന്ന ജിന്നയാണ് മുസ്ലിങ്ങൾക്കൊരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടത്. ഇനി സവർക്കർ ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. അല്ല, സവർക്കർ വിശ്വാസിയായിരുന്നില്ല. സവർക്കർ യുക്തിവാദിയായിരുന്നു എന്നാണ് പറയുന്നത്, നിരീശ്വരവാദിയായിരുന്നു എന്നാണ് പറയുന്നത്. സവർക്കറും ജിന്നയും വിശ്വാസികളായിരുന്നില്ല. പക്ഷെ അവർ മതരാഷ്ട്രം എന്ന നിലപാട്, മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു. ഇതിന്റെ പേരാണ് വർഗീയത. ഒറ്റ വാക്ക്. വർഗീയതയുടെ അർത്ഥം എന്താണ്? വർഗീയത എന്ന വാക്കിന് പല നിർവചനങ്ങളും ഉണ്ടാവാം. എന്നാൽ സമ്പൂർണ്ണ അർത്ഥം പ്രതിഫലിപ്പിക്കുന്ന ലളിതമായ നിർവചനം, രാഷ്ട്രീയ അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുന്നവനാരോ അവനാണ് വർഗീയവാദി. രാഷ്ട്രീയാധികാരത്തിനായി, ഈ രാഷ്ട്രീയാധികാരം എന്നൊക്കെ പറഞ്ഞിട്ട് നീ സങ്കീർണമായി തോന്നണ്ട, അധികാരത്തിനായി മതത്തെ ഉപയോഗിക്കുക, അതാണ് വർഗീയത. ഒരു സാധാരണ വിശ്വാസിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വിശ്വാസിയാകുന്നത് എങ്ങനെയാണ്? അവൻ ക്ഷേത്രത്തിലോ പള്ളിയിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ജീവിതത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു ആശ്വാസം എന്ന പോലെ അവൻ ദൈവത്തിൽ അഭയം തേടുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ ആരാധിക്കുന്നു. അതുകൊണ്ട് എന്ത് കേട്, എന്ത് തകരാറ്? നമ്മുടെ സമൂഹത്തിന് വല്ല പ്രശ്നമുണ്ടോ? അത് അവന്റെ വ്യക്തിപരമായ ഒരു ആശ്വാസമാണ്, ഒരു ആശ്വാസം. എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് എന്നൊരു തോന്നൽ. അതൊരു പക്ഷെ ദുർബലനായ മനുഷ്യനെ ഒന്ന് നിവർന്നു നിൽക്കാൻ സഹായിച്ചേക്കും. അവൻ വിശ്വസിച്ചോട്ടെ. അവനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കുക എന്ന അജണ്ടയില്ല. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നേ ഉള്ളൂ. എന്നാൽ വർഗീയവാദിക്കോ ഈ മതത്തെയും ഈ വിശ്വാസത്തെയും ഈ വിശ്വാസ സമൂഹത്തെയും ഉപയോഗപ്പെടുത്തി വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നു വരണം. അതാണ്. അതുകൊണ്ടാണ് മതവിശ്വാസിയായി അല്ലാത്ത മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ നേടിയതല്ലേ പാകിസ്ഥാൻ. നമ്മുടെ നാട്ടിലെ കുറെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ കരുതി ഇതൊരു വാഗ്ദത്ത ഭൂമിയാണ്, ഒരു ഇസ്ലാമിക രാഷ്ട്രം. അവർ വലിയ പ്രതീക്ഷകളോടെ പാകിസ്ഥാനിലേക്ക് പോയി. വിഭജനത്തിന്റെ കാലത്ത് എന്തായിരുന്നു അനുഭവം? ഇസ്ലാമിക രാഷ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്ന പാകിസ്ഥാന് കടന്നു വന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും നീതി പുലർത്താൻ സാധിച്ചോ? ഇല്ല. ഇന്ത്യയിൽ നിന്ന് കടന്നു ചെല്ലുന്നവർ രണ്ടാം കിട പൗരന്മാരായി വിലയിരുത്തപ്പെട്ടു, പരിഗണിക്കപ്പെട്ടു. അങ്ങനെയാണ് മുഹാജിർ ഖോമി മൂവ്മെന്റ് എന്നൊരു സംഘടന ഉണ്ടാവുന്നു. ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു ആദ്യകാലത്ത് അതിന്റെ നേതാവ്. എന്താണ് അവർ ആവശ്യപ്പെട്ടത്?
ഒരു കാലത്ത് അവർ ഉയർത്തിയ മുദ്രാവാക്യം വി വാണ്ട് ദ ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺഷിപ്പ് ഓഫ് പാകിസ്ഥാൻ. ഞങ്ങളെയും ഒന്നാം കിട പൗരന്മാരായി കണക്കാക്കണം എന്ന് വെച്ചാൽ അങ്ങനെ കണക്കാക്കിയില്ല. രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കി. മുസ്ലിങ്ങളോട് നീതി ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. മതരാഷ്ട്രമായിട്ടും കെട്ടുറപ്പോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകാനായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ട് കഷ്ണമായി. ബംഗ്ലാദേശ് രൂപം കൊണ്ടു. ഇപ്പോഴും വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA പൊരിഞ്ഞ യുദ്ധം നടത്തുന്നു എന്നാണ് കേൾക്കുന്നത്. പാകിസ്ഥാനിൽ ഒരു ഭാഗം സ്വതന്ത്ര രാഷ്ട്രമായി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു അത്ര. അത് നാളെ എന്താവും? ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ വിഭജിക്കപ്പെടുമോ? ഇപ്പൊ നമുക്ക് പറയാനാവില്ല. ഇതാണ് സ്ഥിതി. മതരാഷ്ട്രമായി എന്ന കാരണം കൊണ്ട് ഒരു രാജ്യം രക്ഷപ്പെടില്ല. ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടില്ല. അതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ. അപ്പോഴാണ് ഇവിടെ RSSകാർ പറയുന്നത് ഇന്ത്യയും മതരാഷ്ട്രമാണ്. എങ്ങനെയാണ്? ഇന്ത്യയും മതരാഷ്ട്രമാവണം എന്നാണ് ഈ കൂട്ടർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ സ്ഥിതി എന്നറിയാൻ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി. നാം തിരിച്ചറിയേണ്ടത് എല്ലാ മനുഷ്യരും ഒരു മതക്കാരായി കരുതുക. ആ രാജ്യം രക്ഷപ്പെടും. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം, ഈ രാജ്യത്തെ ഇന്ത്യയിലെ പൗരന്മാരെല്ലാം മുസ്ലിങ്ങളായി കരുതുക. എന്തും നമുക്ക് സങ്കല്പിക്കാം. ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങൾ. ഇന്ത്യയുടെ പ്രശ്നം തീരുമോ? ഇവിടെ ഐക്യം ശക്തിപ്പെടുമോ? ഇല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം നാം സുന്നികളായി, ഷിയകളായി, സലഫികളായി, വഹാബികളായി നാം പിരിയും. പിരിഞ്ഞു പൊരുതി ഒടുങ്ങും. അതാണ് ചരിത്രം. ഇനി എല്ലാവരും ഹിന്ദുക്കളായാലോ? ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ, വേറെ ആരുമില്ല. അടുത്ത നിമിഷം നമ്മൾ ശൈവരും വൈഷ്ണവരുമാകും. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രവരുമാകും. നൂറായിരം ജാതികളാവും. പരസ്പരം പൊരുതി ഒടുങ്ങും. ഇനി നമ്മളൊക്കെ ക്രിസ്ത്യാനികളായി. എല്ലാവരും ക്രിസ്ത്യാനി. ഇന്ത്യ ക്രിസ്ത്യൻ രാജ്യമായി. എന്നാലോ അപ്പൊ കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുമാവും. പിന്നെ 100,000 ഇതാണ് ലോകത്തിന്റെ ചരിത്രം. ഇനി ഇതൊക്കെ വിട്ടു എല്ലാവരും ബുദ്ധമതക്കാരായി. ബുദ്ധമതമാണ് പലരും ഏറെ ദാർശനിക ഗരിമയുള്ള ഒരു മതമായി, തത്വചിന്തയായി ഉയർത്തിപ്പിടിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങളിൽ മനുഷ്യന്റെ അറ്റമില്ലാത്ത ആശകളെയൊക്കെ ത്യജിക്കുന്ന സമർപ്പണത്തിന്റെ മതം. പക്ഷെ ബുദ്ധമതം ശക്തിയായപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? അത് മഹായാനമായി, ഹീനയാനമായി, വജ്രയാനമായി 3ആയി പിരിഞ്ഞു. ഇതാണ് അതല്ലാതെ അതിനപ്പുറത്ത് എല്ലാവരും ഒരു മതമായി കഴിഞ്ഞാൽ അവിടെ മെച്ചപ്പെട്ട ജീവിതമുണ്ടാകും എന്നത് ഒരു മിഥ്യയാണ്. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ഇവിടെ. എന്താണ് നല്ലത്? ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം. നിങ്ങൾ വിശ്വാസിയാണോ അല്ലയോ എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. നിങ്ങൾക്ക് വേണേ നിങ്ങൾ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. നിങ്ങൾ വേണമെങ്കിൽ മതവിശ്വാസിയായിരിക്കോ, അല്ലെങ്കിൽ ആവണ്ട. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. ഇന്ത്യൻ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ശരിയായ നിർവചനം ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി ഒരു മതത്തിലും വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മതരഹിതരായി ജീവിക്കുകയും ചെയ്യാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അതാണ് മതനിരപേക്ഷത. അതാണ് ആധുനിക കാലത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു പൊതു ആശയം. അവിടെ ഓരോ വിശ്വാസിയുടെയും വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടും. അത് ചെറിയതോ വലുതോ ആയ മതമാവട്ടെ, അതിന്റെ എണ്ണം അവിടെ ബാധകമാവുകയേയില്ല. അങ്ങനെ ഒരിടത്തെ സമാധാനം ഉണ്ടാവും എന്ന് പാകിസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഏക പാഠം ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പതാകയുടെ കീഴിൽ ഒരു നാട് അണിനിരക്കരുത് എന്നതാണ്. ബഹുസ്വരതയാണ്. എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ സാഹോദര്യത്തോടെ പുലരാൻ കഴിയണം. അതിനെതിരായ എല്ലാ ആശയങ്ങളെയും നമുക്ക് ഒറ്റപ്പെടുത്താനും അകറ്റി നിർത്താനും സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം യുദ്ധദാഹികളായി മാറുന്ന ഒരു ജനതയെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാനും നമുക്ക് സാധിക്കണം. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്നതാണ് എല്ലാ രാജ്യത്തെയും എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൽ തൊട്ട് വിളിക്കാൻ കഴിയുന്ന ഇന്നത്തെ ഏക മുദ്രാവാക്യം എന്ന തിരിച്ചറിവും ഫാസിസത്തിനുമേൽ ലോക ജനത നേടിയ അഥവാ സോവിയറ്റ് ചെമ്പട നേടിയ ഐതിഹാസികമായ ആ ചരിത്ര വിജയം ലോകത്തിൽ മനുഷ്യരെ
മുൻപോട്ട് നയിച്ച ആ മഹാവിജയം, ആ വിജയത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാനുള്ള സന്ദേശവും ജനാധിപത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും എല്ലാം ആശയങ്ങളെ കൈമോശം വരാതെ ഈ സമൂഹത്തിൽ സംരക്ഷിച്ചു നിർത്തുക എന്നത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.